ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണല്ലേ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഒരു മനുഷ്യൻ എത്രമാത്രം നല്ലവനാവാൻ പാടില്ല എന്നുള്ളതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മനാഫിക്ക് അല്ലേ. നമ്മൾ മറ്റുള്ള ഒരാൾക്ക് എല്ലാം മറന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്താലും നമുക്ക് വീണ്ടും തിരിച്ചടികളാണ് അവരിൽ നിന്ന് കിട്ടുക എന്നുള്ളതിന് നമുക്കിപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ മനാഫിക്ക തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം എന്നല്ലേ. ഒരു ഡയലോഗ് ഉണ്ട്, നല്ലവനായിரு ஆனால் ரொம்ப നല്ലവനായി ഇരിക്കാതെന്ന്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രം ഒരാളെ സഹായിച്ചാൽ മതി. പക്ഷെ നമ്മളെ തന്നെ മറന്ന് നമ്മൾ അയാളെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇത് ഇപ്പോഴേ നല്ല ആദ്യകാലം മുതലേ നടക്കുന്നൊരു സംഭവമാണ്. ആരാണോ അധികം നല്ലവനായിട്ട് ജീവിക്കുന്നത് അവനാണ് എന്നും പൊട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന പോലെ അല്ലേ. അതുള്ളൊരു സംഭവം ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയും മനാഫിക്ക തന്നെയാണെന്ന്. അത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അർജുന ഇത്രയും നാളത്തെ ആ ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അർജുന കിട്ടി. അതിന് ശേഷമാണ് നമ്മുടെ മനാഫൊക്കെ പറയുന്നുണ്ട്, ഇവർക്ക് ഈ വിവാദങ്ങളൊക്കെ എന്നെക്കുറിച്ച് പറയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ അർജുൻ്റെ കാര്യത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് അത് നേരത്തെ പറഞ്ഞില്ല? അർജുന കിട്ടുന്നതിന് മുന്നേ ഇവരെന്തുകൊണ്ട് ഇതൊന്നും പറഞ്ഞില്ല? ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ല. അല്ലെങ്കിൽ മനാഫ്ഖാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് മുന്നേ തുറന്ന് പറയാമായിരുന്നു. കാരണം അവിടെ പത്രക്കാർ മീഡിയ എന്ന് പറയുന്ന അവിടെ എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരം അന്ന് തൊട്ടിട്ടുള്ള ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ മീഡിയയിലൂടെയും കണ്ടറിയുന്നതാണ്. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു മനാഫ്ഖാൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്രക്കാരോട് തുറന്നു പറയാം. പക്ഷെ അപ്പോഴൊന്നും ഇവർ ചെയ്യാതെ ഇപ്പോൾ മനാഫിക്ക ഈ ഒരു കാര്യത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ഒരു ആരോപണമായിട്ട് ഇപ്പോൾ ഒരു വന്നിട്ടുള്ളത്. പിന്നെ മനാഫിക്ക പ്രത്യേകം പേഴ്സണലായിട്ട് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു മീഡിയയുടെ മുന്നിൽ ഇതുവരെ തുറന്നു പറയാത്തൊരു കാര്യമാണ് കേട്ടോ. അതായത് 71ാമത്തെ ദിവസം വരെ നമ്മുടെ അർജുന കിട്ടാതിരുന്ന ഒരു ടൈമിൽ ഡഡ്ജർ കൊടുത്തിട്ട് പോലും അർജുന കിട്ടുന്നില്ല. ആ ഒരു ടൈമിൽ അതായത് അർജുൻ്റെ അളിയന് ഇപ്പോൾ വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അർജുൻ്റെ അളിയൻ പറഞ്ഞൊരു കാര്യമാണ്, ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ മതി, നമുക്കിതിവിടെ ഉപേക്ഷിക്കാം, ഈ പുഴയിൽ തന്നെ അവനെ ഉപേക്ഷിച്ച് പോകാമെന്ന്. അപ്പോൾ മനാഫിക്ക അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കഴിയുമായിരിക്കും, പക്ഷെ എനിക്ക് കഴിയില്ല. അതിന് വേണ്ടിയിട്ടല്ല ഇത്രയും നാൾ ഞാൻ അവനെ അന്വേഷിച്ചത്. ഇനിയിപ്പോൾ ഇത്രയും ദിവസമല്ല, ഇതിനു വേണ്ടി 2-3 വർഷം വന്നാലും ഞാൻ അതിനു വേണ്ടി ഇവിടെ നിൽക്കും, അവനെയും കൊണ്ടിട്ട് പോവുള്ളൂ എന്നുള്ള ഒരു മറുപടിയാണ് മനാഫിക്ക ഈ അർജുൻ്റെ അളിയന് തിരിച്ചു കൊടുത്തത്. ആ ഒരു വാർത്തയിലൂടെ തന്നെ നമുക്കല്ലേ, ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം മനാഫിക്ക എന്തുകൊണ്ട് വെറും ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലല്ലേ, അല്ലെങ്കിൽ തൻ്റെ കൂടപ്പുറപ്പിനെ പോലെ കണ്ടിട്ട് മാത്രമാണ് അർജുന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടത്. അല്ലാതെ ഒരുപാട് പോപ്പുലർ ആവാനോ പേരിനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയിട്ടല്ല. പിന്നെ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം തുടങ്ങിയ യൂട്യൂബ് ചാനൽ അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ അർജുനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയ ഒരു ചാനലാണ് അദ്ദേഹത്തിൻ്റെ. മനാഫ് ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞിട്ടാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അത് കയറി നോക്കിയാൽ ആളുകൾക്ക് മനസ്സിലാവും. 13 ദിവസമായി അതിൽ വീഡിയോ ഇട്ടിട്ട് ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വീഡിയോസ് ഇനിയും തുടർന്നിടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് വ്യൂസ് അതിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അതിനുശേഷം അതിൽ വീഡിയോസൊന്നും അദ്ദേഹം ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ പറ്റി പറയുന്ന സ്ഥിതിക്ക്, ആ ഒരു കേസ് എടുത്തിട്ട സ്ഥിതിക്ക് ഇനി അതിൽ വീഡിയോ ഇടും എന്ന് തന്നെയാണ് മനാഫിക്ക് ഉറപ്പിച്ച് പറയുന്നത് അല്ലേ. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ള ആളെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇവർ തെളിയിക്കട്ടെ. തീർച്ചയായിട്ടും ഇവർ തെളിയിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മനാഫിക്ക എന്നുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ വെറുക്കുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും.